കൊല്ലം കടയ്ക്കലിൽ വിവിധ കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ 2 പ്രതികൾ പിടിയിൽ. ഇരവിപുരം സ്വദേശികളാണ് ബാലരാമപുരം പോലീസിന്റെ പിടിയിലായത്. ബാലരാമപുരത്ത് കടകൾ കുത്തിത്തുറന്ന് നടത്തിയ മോഷണത്തിൽ CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശികളായ അനന്തു, രവി, സജിൽ എന്നിവരാണ് അറസ്റ്റിലായത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കടയ്ക്കലിൽ നടത്തിയ മോഷണങ്ങൾ പ്രതികളാണ് ചെയ്തതെന്ന് ബാലരാമപുരം പോലീസിനോട് പറയുന്നത്. റിമാൻഡിലായിരുന്ന പ്രതികളാണ് ഇന്ന് കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ മാർച്ചിൽ ബേക്കറി കുത്തിത്തുറന്ന് മോഷണം നടത്തുകയും കഴിഞ്ഞ മാസം 3-ാം തീയതി കടയ്ക്കലിലെ 5 കടകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുകയും ചെയ്തു. ഒരു തുണിക്കടയിലും ഹോട്ടലിലും കോഴിക്കടയിലും പച്ചക്കറി കടയിലുമാണ് മോഷണം നടന്നത്. പിൻവശത്തെ ഭിത്തി കുത്തിത്തുരന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. AC-യുടെ ഹോളും കോഴിക്കടയുടെ പിൻവശത്തെ ഷീറ്റും മറ്റും കുത്തിത്തകർത്താണ് മോഷണം നടന്നത്. കടയ്ക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും 50,000 രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും 10,000 രൂപയും കോഴിക്കടയിലും പച്ചക്കറി കടയിൽ നിന്നും മേശവലിപ്പിലുണ്ടായിരുന്ന പണവുമാണ് കവർച്ച നടന്നത്. പോലീസ് സ്റ്റേഷന് 500 മീറ്റർ ചുറ്റളവിലാണ് ഈ മോഷണമെല്ലാം നടന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രതികൾ ബാലരാമപുരം പോലീസിന്റെ പിടിയിലാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.